എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവമേ നീ എന്നെ കൈവിട്ടതെന്താ? കർത്താവേ നീ എന്തിനാ അനുഗ്രഹിക്കാത്തത്? നീ എനിക്ക് നന്മ ചെയ്യാത്തത് എന്താ? നീ എനിക്ക് ജോലി തരാത്തത് എന്താ? നീ എനിക്ക് സമ്പത്ത് തരാത്തത് എന്താ? എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പാനുള്ള കൃപ കൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു സുഹൃത്ത് ഹൈദരാബാദിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ കോവിഡ് സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, മരണപ്പെട്ടു. സ്തോത്രം. അവർ രണ്ടുപേരും കർത്താവിൻ്റെ വേലയിലൊക്കെ ശക്തമായി നിൽക്കുമായിരുന്നു. ഈ കോവിഡ് സമയം നമ്മൾ പുള്ളിക്കാരത്തേക്ക് കോവിഡ് പിടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയി ചികിത്സയൊക്കെ നടത്തി കഴിഞ്ഞെങ്കിലും അവസാന നിമിഷം വരെ അവർ നല്ല ഹോസ്പിറ്റലിൽ പൈസയൊക്കെ മുടക്കി വെന്റിലേറ്ററിലൊക്കെ കിടത്തി രക്ഷപ്പെടുത്താനായിട്ട് നോക്കി. അവസാന നിമിഷം വരെയൊക്കെ ശ്രമിച്ചു നന്നായിട്ട്. പക്ഷേ കോവിഡ് സമയമായതുകൊണ്ട് അധികമൊന്നും ഇടപെടാനൊന്നും കഴിഞ്ഞില്ല. അവസാനം പ്രിയപ്പെട്ടവൾ പ്രൈസറോട് തൻ്റെ ഭർത്താവിനെയും ഏകദേശം പ്രൈസറോട് ഒരു ടീനേജുകാരിയായ പെൺകൊച്ചിനെയും ഒരു ചെറിയ പെൺകുട്ടിനെയും ബാക്കിയാക്കിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സ്തോത്രം. വലിയ വേദനയിലായി കുടുംബം. മാസങ്ങളും ഒരുപക്ഷെ വർഷങ്ങളും എടുത്തു. ഞാൻ അതിനുശേഷം പലവട്ടം ഹൈദരാബാദിൽ പോകുമ്പോഴും ഈ കുടുംബത്തിൽ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും പറയും, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്, പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്, എന്തിനാ ദൈവം അത് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുഞ്ഞ് ചെറുതാണ്, പെൺകുട്ടിയാണ്. സ്തോത്രം. അവൾക്ക് അമ്മയെ ആവശ്യമുള്ള സമയത്ത് അമ്മ അവളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. എന്തുവാ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. എനിക്കറിയാം ദൈവത്തിൻ്റെ ഹിതമുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ എൻ്റെ ചോദ്യം, ദൈവം എന്തിനാ അത് ചെയ്തേ? ദൈവത്തോട് ചോദ്യം ചോദിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നാലും ഞാനങ്ങ് ചിന്തിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ നമുക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ദൈവത്തോട് ചോദ്യം ചോദിക്കാം. സങ്കീർത്തനക്കാരൻ ചോദിക്കുക, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഇയ്യോബിനുണ്ടായിരുന്ന നന്മയെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇയ്യോബ് സ്തോത്രം തൻ്റെ മക്കൾ മരിച്ചു, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, സകലതും കൈവിട്ടു പോയപ്പോൾ ഇയ്യോബ് ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് ചോദിച്ചു, കർത്താവേ നീ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? ചോദ്യം ചോദിക്കുന്ന ഇടം കണ്ടോ? മനുഷ്യരുടെ മുമ്പിലല്ല, തമ്പുരാന്റെ മുമ്പിലാണ്. മനുഷ്യരുടെ മുമ്പിലല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, തമ്പുരാന്റെ മുമ്പിലാ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് സ്തോത്രം പ്രൈസ് ദി ലോർഡ്, എല്ലാ പീഡനങ്ങളും എല്ലാ ശോധനകളും അനുഭവിച്ച് ക്രൂശിൽ കിടന്ന് കർത്താവ് ചോദിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്? പ്രൈസ് ദി ലോർഡ്. ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ഗിദെയോനോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ ഒരു പരാക്രമശാലിയാ, നീ ഭീരുവല്ല, നീ ഒരു പരാക്രമശാലിയാ എന്ന് പറഞ്ഞു. ഗിദെയോൻ ഉടനെ ചോദിച്ചു, അത്രയൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് എന്തിനാ ഞങ്ങൾക്ക് ഈ കഷ്ടമൊക്കെ വരുന്നേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്താണോ, നമുക്ക് എന്തുണ്ടോ അത് പകരാൻ പറ്റിയ സ്ഥലമാണ് ദൈവസന്നിധി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്ത് ചോദ്യമുണ്ടെങ്കിലും സ്തോത്രം. പഴയ നിയമത്തിനകത്ത് ഒരു പ്രവാചകനുണ്ട്, യോന എന്ന പേര്. ദൈവം പറഞ്ഞു നിനവേലോട്ട് പോകാൻ പറഞ്ഞു. അദ്ദേഹം കപ്പലിൽ കഷ്ടപ്പെട്ട് കയറി പിടിച്ച് തർശീസിലോട്ട് യാത്രയായി. ദൈവം ഒരു തിമിംഗലത്തെ അയച്ചു. അതിനെ പ്രൈസ് ദി ലോർഡ് അതിനെ വിഴുങ്ങി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞേച്ച് കരയ്ക്ക് കത്തിച്ചു വെച്ചു. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് നിനവയിൽ പോയി വചനം പ്രസംഗിച്ചു. ദൈവം നിങ്ങളെ ന്യായം വിധിക്കും. കേട്ടവരൊക്കെയും രാജാവും രാജസൈന്യവും പ്രൈസ് ദി ലോർഡ് ജനങ്ങളൊക്കെയും കൂടി വന്നിട്ട് അവർ ഏറ്റെടുത്ത് പ്രൈസ് ദി ലോർഡ് മുട്ടുമേലിരുന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദേശം മാനസാന്തരപ്പെട്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിനവേ പട്ടണത്തെ നശിപ്പിക്കത്തില്ല. നിനവേ പട്ടണം നശിക്കാൻ വേണ്ടിയിട്ട് കാവലിരിക്കുക പ്രവാചകൻ. നശിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തമ്പുരാൻ ചോദിച്ചു, കർത്താവേ പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേ? ചോദ്യം ചോദിക്കുന്ന കണ്ടോ? ദൈവത്തോട് ചോദിക്കുക, കർത്താവേ പിന്നെ എന്തിനാ തർശീസിലോട്ട് പോയേ? എന്നെ വലിച്ചു പിടിച്ച് നിനവേ കൊണ്ടുവന്ന് വചനം പ്രസംഗിക്കാൻ വിട്ടത്? ഏത് ചോദ്യമുണ്ടെങ്കിലും അത് ചോദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭൂമിക്ക് മുകളിലുള്ള ഏത് ചോദ്യവും പ്രൈസ് ദി ലോർഡ്, കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ആവലാതികൾ, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വൈതരണികൾ, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ സകലതും ഇറക്കി വെക്കാൻ പറ്റിയ ഒരു സ്ഥലത്താ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു ചോദ്യവും ബാക്കി ഉണ്ടാവരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ സകല ചോദ്യങ്ങളും ഇന്ന് പകൽക്കാലം ഇറക്കി വെച്ച്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ട് കൊള്ളുവിൻ. നിങ്ങളുടെ സകല ചിന്തയും ആകുലതയും, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ചോദ്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ, നിങ്ങളെ കണ്ണുനീരിലാക്കുന്ന വിഷയങ്ങൾ, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, നിങ്ങളെ ഞെരുക്കിയ വിഷയങ്ങൾ, നിങ്ങളെ പ്രൈസ് ദി ലോർഡ് പ്രതികൂലത്തിൽ ആക്കി നിർത്തിയ വിഷയങ്ങൾ, നിങ്ങളെ പ്രതികൂട്ടിലാക്കിയ വിഷയങ്ങൾ, സകലത്തെയും തീർപ്പ് കൽപ്പിക്കുന്ന കോടതിയിലാ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്തൊരു വിഷയം ഇല്ല. സ്തോത്രം.
എവ്രി ഇഷ്യൂ വുഡ് ഗെറ്റ് റിസോൾവ്ഡ് ഇൻ ദിസ് പ്ലേസ്. നിങ്ങളുടെ സകല വിഷയങ്ങളെയും ഈ സ്ഥലത്ത് ഇറക്കി വെക്കാൻ പഠിക്കണം. സ്തോത്രം. നമ്മൾ ഇന്ന് പകൽക്കാലം ചേർന്ന് ചിന്തിക്കുന്നത് 73-ാം സങ്കീർത്തനവും 37-ാം സങ്കീർത്തനവും ഒരുമിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. 73-ാം സങ്കീർത്തനത്തിന്റെ പ്രൈസ് ദി ലോർഡ് 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചു. 3, 4 വാക്യങ്ങളൊന്ന്. ആ ആ ആത്മീയന് അസൂയപ്പെടാമോ? ഒന്നും മിണ്ടുന്നില്ല. നമുക്ക് അസൂയ തോന്നാറുണ്ടോ? ഉണ്ടാവേ ഉണ്ടെന്ന് അങ്ങനെ പറയണം. പ്രേക്ഷകരോട് നമുക്കുണ്ടെങ്കിലുണ്ടെന്ന് പറയണം. ദൈവത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മളായിട്ടിരിക്കണം. ദൈവത്തിന് നമ്മളായിട്ടാണ് കാണാനാണ് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ ആസാഫിന്റെ ഉള്ളില് ഒരു വല്ലാത്ത ചിന്ത എന്തെന്നറിയാമോ? ആ വായിച്ച 1-ാമത്തെ വാക്യം നോക്കിയ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവൻ തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഒരു വിശ്വാസ പ്രഖ്യാപനം അങ്ങ് നടത്തി. ദൈവം നല്ലവനാ. സ്തോത്രം. ആരോട് ചോദിച്ചാലും പറയും ദൈവം നല്ലവനാണ്. ദൈവം പ്രാർത്ഥന കേൾക്കും. ദൈവം അത്ഭുതം ചെയ്യും. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുമോ? ഒരു പള്ളിയിൽ പോകുന്നൊരു വിശ്വാസി ക്യാൻസർ പിടിച്ച് കിടന്നിട്ട് ദൈവം സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ പറയും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, സൗഖ്യമാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാൻസർ സൗഖ്യമാക്കുമോ? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. മറ്റൊരാളോട് പറയുന്നതിനേക്കാളും ഉപരിയായി പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എനിക്കുള്ളതാണെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ ഒരു ദൈവ പൈതല് തയ്യാറാവണം. പ്രൈസ് ദി ലോർഡ്. ഇത് അവർക്കുള്ളതാണ് അവക്കുള്ളതാണെന്ന് പറയുന്നതിലല്ല, ഇത് എനിക്കുള്ളതാ, ഇതെന്റെ ദൈവമാ. നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചതുപോലെ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ വേണ്ടി പറയാനുള്ളത് വേണ്ട എന്നുള്ളതല്ല പറയുന്നേ. എൻ്റെ ദൈവം, എൻ്റെ വിഷയത്തിൽ കർത്താവ് ഇടപെടും. സ്തോത്രം. ആസാഫിന് ഒറ്റ പ്രശ്നം ഉണ്ടെന്നറിയാമോ? അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും, നിങ്ങൾ എൻ്റെ കൂടെ വന്നേ, കഴുകിയതും വ്യർത്ഥമത്രേ. കർത്താവെ, ഞാൻ പാട്ടും പാടി ഉപവാസവും എടുത്ത് പള്ളിയിലും പോയി പ്രാർത്ഥനയും കൂടി ആരാധനയും കൂടി ആരെയും ഉപദ്രവിക്കാതെ ആരോടും കളവ് പറയാതെ ആരെയും പറ്റിക്കാതെ ഒക്കെ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഉള്ള പാപവും ചെയ്ത് ആൾക്കാരെയും പറ്റിച്ച് ജീവിക്കുന്ന അവർ നന്നാകുന്നു, ഞാൻ ഗതി പിടിക്കുന്നില്ല. മനസ്സിലായോ? സങ്കീർണക്കാരന്റെ ചോദ്യം അതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ ആരാധിച്ചും ദൈവനാമത്തിന് കൊടുത്തും ദൈവത്തെ സേവിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ആരെയും ഉപദ്രവിക്കാതെ ആരുടെ കാര്യത്തിലും ഇടപെടാതെ ഒക്കെ നടക്കുന്ന എനിക്ക് പ്രൈസ് ദി ലോർഡ് നന്മകൾ കാണുന്നില്ല, എൻ്റെ ഭവനത്തിൽ അനുഗ്രഹം വരുന്നില്ല. എന്നാൽ ദുഷ്ടത ചെയ്ത് വഞ്ചന ചെയ്ത് മറ്റുള്ളവരെ പറ്റിച്ച് മറ്റുള്ളവരെ സമ്പത്ത് അപഹരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ച് കഴിയുന്നവര് വളരുന്നുണ്ട്. കർത്താവ്, ഇത് നീതിയാണോ? ദൈവത്തോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ? മുട്ടുന്നില്ല. ചോദിക്കരുതോ? ചോദിക്കാം. ചോദിക്കേണ്ടടുത്ത് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതിന് മറുപടി അറിയത്തില്ല കർത്താവേ, അവര് നന്നാവുന്നു, എന്തുകൊണ്ടാണ് ഞാൻ നന്നാവാത്തെ? ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോഴേ ആസാഫ് കണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്. സ്തോത്രം. 73-ാം സങ്കീർത്തനകത്ത് ആസാഫ് പറയുന്നത്, 1, ദുഷ്ടന്മാർക്ക് സൗഖ്യമുണ്ട്, ദുഷ്ടന്മാർ സൗഖ്യം അനുഭവിക്കുന്നു. 2, അവർക്ക് വേദന ഒട്ടുമില്ല. 3, അവർ തടിച്ച് ഉരുണ്ടിരിക്കുന്നു, അവർക്ക് കഷ്ടപ്പാടൊന്നുമില്ല. അവരെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവർ പരിഹസിച്ച് ഭീഷണി പറയുന്നു, അവർ ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു, അവർക്ക് സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയാത്ത, ദൈവത്തിനെ ആരാധിക്കാത്ത, ദൈവനാമത്തിന് കൊടുക്കാത്ത, പ്രൈസ് ദി ലോർഡ് അസൂയയും വഞ്ചനയും കൊണ്ട് മറ്റുള്ളവരെ പ്രൈസ് ദി ലോർഡ് ചതിച്ചും വഞ്ചിച്ചും ഒക്കെ ജീവിക്കുന്നവര് ഇങ്ങനെ തടിച്ചുരുണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞാൻ മാത്രം രോഗമുള്ളവനായി ക്ഷീണമുള്ളവനായി ശോഷിച്ചു പോകുക, ഇത് നീതിയാണോ കർത്താവെ? എനിക്കിത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന് ആസാഫിന്റെ ഉള്ളിൽ ഒരു ആന്തലുണ്ടായി. നമ്മൾ പറയും, ആസാഫ് ഇതൊക്കെ നല്ല പണിയാണോ? പള്ളിയിലൊക്കെ പോകുന്നതല്ലേ, നീ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലൊക്കെ ആരാധിക്കുന്നതല്ലേ? ഈ ചോദ്യം വരുന്നത് ശരിയാണോ? ഇത് നമുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ കള്ളം പറയുക. ഒരിക്കലെങ്കിലും നമുക്ക് തോന്നാറില്ലേ? ഉണ്ട്.
സ്തോത്രം. കുഞ്ഞുങ്ങൾക്കും തോന്നാറുണ്ട്. നമ്മൾ ദൈവത്തെയും പ്രാർത്ഥിച്ചും ആരാധിച്ചൊക്കെ പോകുന്നു, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്കൊക്കെ ഉയർച്ച ഉണ്ടാകുന്നത് ഞങ്ങൾക്കില്ലാത്ത. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടി, അവർ അയർലൻഡിലും UK യിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ കയറി പോകുന്നുണ്ട്. എന്താ ഞങ്ങൾ പോവാത്തെ? ഞങ്ങൾ പള്ളിയിൽ പോയില്ലേ? ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? ഞങ്ങൾ വചനം വായിച്ചില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ആസാഫിനോട് ദൈവം ശക്തമായി ഇടപെടുകയാണ്. ഏത് ചോദ്യവും ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളത്തെ അലട്ടുന്ന സകല ചോദ്യങ്ങളെയും ഇറക്കി വെക്കാൻ പറ്റിയ സ്ഥലത്താ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ഈ ചോദ്യം കൊണ്ട് വീട്ടിലോട്ട് പോയരുത്. ഈ ചോദ്യം കൊണ്ട് അയൽവക്കത്തുകാരോട് ചോദിക്കരുത്. ഈ ചോദ്യം കൊണ്ട് മനുഷ്യർ ആരോടും ചോദിക്കരുത്. അത് ചോദിക്കാൻ ഒരു ഇടമേ ഉള്ളൂ, അത് നമ്മുടെ തമ്പുരാന്റെ സന്നിധിയാ. ദൈവത്തോട് ചോദിക്കുമ്പോൾ കർത്താവിനൊരു മറുപടിയുണ്ട്. ഇതേ ചോദ്യം പ്രൈസ് ദി ലോർഡ് ദാവീദും ചോദിച്ചു. സങ്കീർണക്കാരനായ ദാവീദ് വായിച്ചേ 37-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. ഫ്രെറ്റ് നോട്ട്, മുഷിയരുത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് മുഷിയെന്ന് അറിയാമോ? നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ട് എത്തി നോക്കുമ്പോൾ അവർ പുതിയ കാറും മേടിച്ചു, അവർക്ക് സമ്പത്തൊക്കെ വരുന്നുണ്ട്, അവരെ പിള്ളേർ വിദേശത്തൊക്കെ പോയിട്ടൊക്കെ വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ പള്ളിയിലൊന്നും പോകത്തില്ല, അവരെ ദുഷ്ടത കൊണ്ട് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടും അവർക്കൂടെ നന്മ വർദ്ധിച്ചു വരുന്നു. ഇത് കണ്ടപ്പോഴേ ഇത് മുഷിയുന്നത് ആരാന്നറിയാമോ? ദാവീദ് രാജാവാ. നിങ്ങൾ രണ്ടുപേരെയും ഒന്ന് അറിയണം. ആസാഫും ദാവീദ് രാജാവും ഇസ്രായേലിന്റെ ആദ്യകാല സഭയില് പ്രൈസ് ദി ലോർഡ് ആരാധന ലീഡ് ചെയ്യുന്ന രണ്ടുപേരാ. ഒന്ന് ദാവീദ് രാജാവും, രണ്ട് ആസാഫും. പ്രൈസ് ദി ലോർഡ് 50-ാം സങ്കീർത്തനവും 73 മുതൽ 83 വരെയുള്ള സങ്കീർത്തനങ്ങൾ എഴുതിയത് ആസാഫാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വായിക്കുന്ന സങ്കീർത്തന പുസ്തകങ്ങളിലെ ഒട്ടനവധി സങ്കീർത്തനങ്ങൾ എഴുതിയ അഭിഷിക്തനാണ് ദാവീദ് രാജാവ്. ഇവർ രണ്ടുപേരും ദൈവത്തെ പാടി പുകഴ്ത്തുന്നവരാ, ആരാധന ലീഡ് ചെയ്യുന്നവരാ, ദൈവത്തിന്റെ നാമത്തിനെ ഉയർത്തുന്നവരാ. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവരെ കാണുമ്പോൾ ഇവരങ്ങ് ക്ഷീണിച്ചു പോവുകയാണ്. അവരുടെ നന്മ കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ് അവരുടെ വളർച്ച കാണുമ്പോൾ ദാവീദിന്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായി. ദുഷ്ടം വളരുക, നീതിമാൻ എന്താ സംഭവിക്കാത്ത? തമ്പുരാൻ അടുത്തൊരു മറുപടി പറഞ്ഞു. എന്തുവാ? അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു. 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാ മാമേ. യഹോവയിൽ നീ ഒരു കാര്യം ചെയ്യും മോനെ ദാവീദേ, നീ അവരെ ഒരുവരെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ 73-ാം സങ്കീർത്തനത്തിലെ 3 ഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ അത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 1-ാമത്തെ ഭാഗം ആസാഫിന് ഉള്ളിലൊരു ആന്തലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്രകാരം പറഞ്ഞ ദുഷ്ടന്റെ വളർച്ച കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് ആസാഫിന് ഒരു ചോദ്യമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവനാമത്തിന് കൊടുക്കുന്നു, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു, ആരാധന കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുന്നു, പക്ഷെ ഞങ്ങളുടെ വളർച്ച അതുപോലെ സംഭവിക്കുന്നില്ല. ഞങ്ങൾക്ക് രോഗമുണ്ട്, ഞങ്ങൾക്ക് പ്രതികൂലമുണ്ട്, ഞങ്ങൾക്ക് ക്ലേശമുണ്ട്, ഞങ്ങൾക്ക് കണ്ണുനീരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വീടിനകത്ത് പ്രയാസങ്ങളുണ്ട്, എന്നാൽ ഇതൊന്നും ഞാൻ അവിടെ കാണുന്നില്ല. അവർ തടിച്ചുരുണ്ടിരിക്കുക, അവരുടെ കണ്ണുകൾ ഉന്തി നിൽക്കുക, അവർക്ക് പുഷ്ടിയുണ്ട്, അവർ സമ്പത്ത് വർദ്ധിച്ചു വരിക. ഇത് കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവം പറഞ്ഞു, നീ ഓടി എന്റെ ആലയത്തിലോട്ട് വാ. പ്രൈസ് ദി ലോർഡ്. ആസാഫ് ഒരു നല്ല കാര്യം ചെയ്തു. അതെന്നറിയാമോ? ആരോടും പോയി പറഞ്ഞില്ല. സ്തോത്രം. നമ്മളും അങ്ങനെയൊക്കെ തന്നെ. നമ്മളും അപ്പുറത്തുനിന്നൊരു അസൂയൊക്കെ തോന്നിക്കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് അയ്യോ പോ പിശാചേ, അസൂയൊക്കെ വരുന്ന എവിടെ നിന്നാ? പിശാചിൻ്റെ എടുക്കുക. അതുകൊണ്ട് പോ പിശാചേ. സ്തോത്രം. ഈ ചോദ്യം കൊണ്ട് ദൈവത്തോട് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം. കർത്താവേ, എന്താ എനിക്കെന്താ വളർച്ചയില്ലാത്ത? എൻ്റെ കുഞ്ഞുങ്ങൾ എന്താ നന്നാവാത്ത? ഞങ്ങൾക്കെന്താ അനുഗ്രഹം വൈകുന്നേ? ഞങ്ങളുടെ ഭവനത്തിൽ എന്താ വളർച്ച നടക്കാത്ത? കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്താ ഞങ്ങൾ വളരാത്ത? ആ ചോദ്യം ചോദിക്കാൻ പറ്റിയ നല്ല സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്തോത്രം. 73-ാം സങ്കീർത്തനത്തിലോട്ട് വന്നിട്ട് അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന്
ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ പ്രൈസ് ദി ലോർഡ് ഒരു സുബോധം വന്നിട്ട് സ്തോത്രം മനുഷ്യരോട് ചോദിക്കുന്നതിന് പകരം ആസാഫ് നേരെ ഓടി ദൈവാലയത്തിലോട്ട് വന്നിട്ട് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന്റെ മറുപടി മനുഷ്യർ എനിക്ക് പറയണ്ട. ഞങ്ങൾ എന്തുകൊണ്ടാ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നത്? ഞങ്ങൾക്ക് എന്തിനാ ശോധന? ഞങ്ങൾക്ക് എന്തിനാ മാറി മാറി പ്രയാസങ്ങൾ ഞങ്ങൾക്ക് കടന്നു വരുന്നത്? കർത്താവ്, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നു. ആ ഒരു ചോദ്യവുമായി ദൈവസന്നിധിയിൽ പോയിരുന്നപ്പോ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞേ, നിനക്കുള്ള മറുപടി ദൈവസന്നിധിയിലുണ്ട്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും മറുപടിയുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതേ ചോദ്യം ദാവീദിനുണ്ടായി. കർത്താവ്, എന്തുമായി സംഭവിക്കുന്നത്? അപ്പം ദൈവം ദാവീദിനോട് പറഞ്ഞ മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? വായിച്ചേ, അതിന്റെ 37 സംഖ്യത്തിലെ 2-ാമത്തെ വാക്യം. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു. 10-ാമത്തെ വാക്യം. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. അവർ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കിയാലും അതെന്ത് ചെയ്തില്ല, കാണുകയില്ല. ഞാൻ അടുത്തിടെ എൻ്റെ ഒരു സ്നേഹിതനായിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അദ്ദേഹം പ്രൈസലോട് ക്രിസ്തീയ കുടുംബത്തിലൊക്കെ, വിശ്വാസ കുടുംബത്തിലൊക്കെ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു പ്രൈസലോട് ഒരു ദൈവദാസനാണ്. സ്തോത്രം. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അടുക്കൽ പ്രൈസലോട് ഒരു അവിശ്വാസിയായ മനുഷ്യൻ താമസിച്ചിരുന്നു. സ്തോത്രം. ഭയങ്കരമായിട്ട് അവരെ ഞെരുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സമ്പാദ്യവും ഒക്കെ സമ്പത്തും ഉണ്ട്, ആഹാരത്തിനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവസാനം ആഹാരം ബാക്കി വരുമ്പോൾ അവർ പട്ടികളെയൊക്കെ വിളിച്ച് അതിനൊക്കെ കഴിക്കാനും കൊടുക്കും, നായ്ക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ ഇവർക്ക് ആർക്കും കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവരെന്തെങ്കിലും പ്രയാസപ്പെട്ട് ഇങ്ങനെ ഭാരപ്പെട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെ അങ്ങ് തരം താഴ്ത്തുക, വേദനിപ്പിക്കുക, ഭയങ്കരമായി ശകാരിക്കുക, പ്രൈസ് ദി ലോർഡ്, ഉപദ്രവിക്കുക. അങ്ങനെ ഒരുപാട് ഞെരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞെരുക്കുമ്പോഴൊക്കെ പറയും, ഇദ്ദേഹം ഒരു പള്ളിയിൽ പോകുന്നവരും ആത്മീയ കൂട്ടായ്മയിലൊക്കെ കൂടുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ. അവർ ദൈവത്തോട് പറയും, കർത്താവേ, ഞങ്ങൾക്ക് എന്തിനാ ഈ പ്രതികൂലം വരുന്നത്? സ്തോത്രം. അങ്ങേ അറിയാതെ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ ലോക മനുഷ്യനായി ജീവിക്കുന്ന അവർക്ക് നന്മയുണ്ട്. അവർ ആഹാരം എടുത്തിട്ട് ബാക്കി വരുന്നതിനെ കൊണ്ട് അങ്ങ് നായ്ക്കൾക്ക് തട്ടിക്കളയുക, ഞങ്ങൾക്ക് ആഹാരമില്ലാതെ ഞങ്ങൾ പട്ടിണി കിടക്കുക. കർത്താവ്, ഇതൊക്കെ എന്തിനാ സംഭവിക്കുന്നത് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതവരുടെ യൗവനകാലത്ത് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെന്തോരം ഞെരുക്കി, ഈ അയൽക്കാരൻ ഒരുപാട് ഞെരുക്കി, വല്ലാതെ വേദനിപ്പിച്ചു. രാത്രിയും പകലും ഒക്കെ ആ കുടുംബം കണ്ണുനീരിലൂടെ കടന്നുപോയി. ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് ഇവരെവിടൊക്കെ വിളിച്ചേച്ചു പറയും, നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ പഠിപ്പിക്കാനൊന്നും കഴിയത്തില്ല, നിങ്ങൾ നന്നാവത്തില്ല എന്ന് പലവട്ടം ഇങ്ങനെ ആവർത്തിച്ചൊക്കെ പറയും. ഇവരെ നിരാശപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നെയും പ്രൈസ് ദി ലോർഡ് ഇവരെയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? ഞാൻ ഇവരെ ദിവസങ്ങളിൽ പ്രൈസ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അയൽക്കാരെ ഒന്ന് കാണാനിടയായി. ഞാൻ അവരെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവരുടെ കുടുംബം ശിഥിലീകരിക്കപ്പെട്ടു പോയി. അവർ വല്ലാത്ത ക്ഷീണാവസ്ഥയിൽ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇത്രയും അവർ ശോഷിച്ചു പോകുന്നു. അവിടെ തലമുറകൾ ചിന്നാഭിന്നമായി പോയി. ഇന്ന് പ്രൈസ് ദി ലോർഡ് ദൈവത്തെ ആരാധിച്ച് അവരുടെ ഇല്ലായ്മകളിൽ ദൈവത്തോട് ചേർന്ന് നിന്നവരെ തമ്പുരാനെന്ന് മാനിച്ച് പലയിടങ്ങളിലും പ്രൈസ് ദി ലോർഡ് അവരുടെ കുടുംബത്തെ കർത്താവ് പാർപ്പിച്ച് മാനിച്ച് അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. വചനം പറയുക, ദൈവത്തോട് പറ്റി നിന്നാൽ തമ്പുരാൻ അവരെ വിടുവിക്കും. യഹോവയിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്കോ ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അവരെ കാണുമ്പോൾ അയ്യോ കർത്താവേ, ഇത് നീതിയാണോ എന്ന് ചോദിക്കും. എന്നാൽ ദൈവമക്കൾക്ക് ദൈവം വിഷയത്തിൽ ഇടപെടുന്ന ഒരു ദിവസം വരും. ആസാഫിനോട് പറയുക, നീ ഇപ്പോഴിതല്ലേ കണ്ടത്, നിന്നെ ഞാൻ അവരുടെ നാളകളെ കാണിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ദൈവമക്കൾ സാധാരണ ഞാൻ ഈ ചോദ്യം ഒത്തിരി പ്രാവശ്യവും കേട്ടിട്ടുണ്ട്. അനേക ദൈവമക്കൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, എന്തുവാ പാസ്റ്ററേ, ഞങ്ങൾക്ക് മാത്രം ഈ കഷ്ടത, ഞങ്ങൾ എന്തിനായി ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നത്, ഞങ്ങൾ എന്തിനായി പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നത്? ദൈവത്തെ അറിയാത്തവര് നന്മ പ്രാപിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്ക് എന്താ ഈ പ്രശ്നം? അതുകൊണ്ട് ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ ദൈവം ഒരു മറുപടി പറഞ്ഞു, നീ ദുഷ്ടനെ നോക്കി പാഠം പഠിക്കരുത്, നീ ഒരു ദൈവ പൈതല, നീ ആത്മീയനെ നോക്കി പാഠം പഠിക്കണം. ആസാഫ് ലേവ്യ ഗോത്രത്തിനകത്തുള്ളവനാ. ആരായി ലേവ്യൻ? ദൈവത്തിന്റെ സുവിശേഷ വേല, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത പ്രൈസ് ദി ലോർഡ് ഗോത്രത്തിനകത്തുള്ള ആസാഫാണ്. പ്രൈസ് ദി ലോർഡ്. അവനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ അവകാശവും നിന്റെ ഓഹരിയുമെല്ലാം സ്വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. നീ ലോക മനുഷ്യനെ നോക്കിയിട്ട് ആത്മീയനെ അളക്കരുത്. പ്രൈസ് ദി ലോർഡ്. നീ ലോകത്തെ നോക്കി വെച്ച് നിന്റെ നന്മയെ നീ തുലനം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ലോക മനുഷ്യന്റെ സന്തതിയെ നോക്കി നിന്റെ സന്തതിയെ നീ അളക്കരുത്. കാരണം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ
ദൈവം തക്ക സമയത്ത് വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച് തന്റെ തലമുറകളെ അനുഗ്രഹിക്കും. നമ്മൾ ഈ ലോകത്തെ നോക്കിയാൽ നമ്മൾ ക്ഷീണിച്ചു പോകും. നമ്മൾ പലപ്പോഴും നമ്മളെ തുലനം ചെയ്യുന്നത് ലോകവുമായിട്ടാണ്. അതുകൊണ്ട് ദാവീദിനോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യ്, അവരെ നീ നോക്കി ഒന്നും ചെയ്യണ്ട, പകരം എന്ത് ചെയ്യ്, നീ യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വഴി യഹോവയ്ക്ക് കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വഴികളെ യഹോവയ്ക്ക് കൊടുത്തോ. നീ അവരെ നോക്കി വെച്ച് അവരങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യാന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ലോക മനുഷ്യൻ സകലതും ചെയ്യട്ടെ, ലോക മനുഷ്യൻ അവർക്ക് പറ്റുന്നത് പോലെ ചെയ്യട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എപ്പോഴും ഓർത്തോളണം, ദൈവ മനുഷ്യന് പ്രൈസ് ദി ലോർഡ് ദൈവമക്കളുടെ ജീവിതത്തിൽ തമ്പുരാൻ ഒരു ഇടപെടലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനത് നിവർത്തിക്കും. അവനത് നിവർത്തിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏൽപ്പിക്കുന്ന വിഷയങ്ങളുടെ മേലെ ദൈവം ഇടപെടുന്ന ദൈവമായതുകൊണ്ട് ഇത് പകൽക്കാലം വിശ്വാസത്തോടെ നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിന് കൈമാറണം. സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ ഞാൻ മൃഗം പോലെയായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തില്, രണ്ടാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ദൈവം പറഞ്ഞു, കണ്ടോ, നീ ഈ കാണുന്ന നന്മ പ്രാപിച്ചു വളർന്നു എന്ന് പറയുന്നവരൊക്കെ എവിടെ നിൽക്കുക? വഴുവഴുപ്പിൽ നിൽക്കുക. അവർ ക്ഷണത്തിന്, സ്തോത്രം, ലോകം കണ്ട പ്രൈസ് ദി ലോർഡ് സമ്പന്നരെന്ന് പറയുന്നവര് പ്രൈസ് ദി ലോർഡ് ക്ഷീണിച്ചു പോയൊരു സ്ഥലത്താണ് ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്നത്. നിങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയത്തിലുള്ള ദൈവമക്കളൊക്കെ ദൈവത്തോട് ചേർന്നവരെയൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു കാലത്ത് അവർ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തലമുറയൊക്കെ തമ്പുരാൻ മാനിച്ചിട്ടുണ്ട്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചു, ദൈവത്തെ ആരാധിച്ചു, ദൈവനാമത്തെ ഉയർത്തിയും കൊണ്ട് ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരെ ആരെയും കർത്താവ് കൈവിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് പറയുക, ഇന്ന് നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായാൽ, കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ കേട്ടോളണം, നിങ്ങൾ ഇന്ന് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, ഇഫ് യു ഡിലൈറ്റ് യുവർസെൽഫ് ഇൻ ദി ലോർഡ് ഹി വിൽ ഗിവ് യു ദി ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ നാളുകളെ കർത്താവ് മാനിക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ നോക്കി നിങ്ങൾ പാഠം പഠിക്കണ്ട. അവരിങ്ങനെ, അതുകൊണ്ട് ഞാനിങ്ങനെ കർത്താവേ, ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, എന്നിട്ടും എനിക്കൊരു മാറ്റവും വരുന്നില്ലല്ലോ, എനിക്കൊരു ഉയർച്ച ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള ഭാരം പിശാച് കൊണ്ടിടുമ്പോൾ ആ ചിന്തകളെ മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ പോയിരുന്ന് പറയണം, കർത്താവേ, എന്റെ പദ്ധതികളെ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇത് തീർപ്പാൻ എന്റെ അപ്പനെ കൊണ്ട് കഴിയത്തില്ല, ഇത് പൂർത്തീകരിപ്പാൻ എന്റെ അമ്മയെ കൊണ്ട് കഴിയത്തില്ല, ഇത് നടത്തുവാനുള്ള സമ്പത്ത് എന്റെ ഭവനത്തിനകത്തില്ല, അത് നിവർത്തിപ്പാൻ കഴിയുള്ള എന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ വിഷയത്തെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുക. കർത്താവേ, നമ്മുടെ നാളുകളെ മാനിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. സംഗീതക്കാരൻ പറയുക, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിച്ചത് ഈ ലോക മനുഷ്യരെ പോലെ തന്നെയാ ആത്മീയനെന്നാ. അങ്ങനെ അല്ല. കാര്യം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. 28-ാമത്തെ വാക്യം നോക്കിയേ, 23-ാമത്തെ വാക്യം നോക്കിയേ. ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും എന്താ പ്രത്യേകത എന്നറിയാമോ? അവര് വഴുവഴുപ്പിൽ നിൽക്കുക. ഇന്ന് നീ അവരെ പ്രൈസ് ദി ലോർഡ് പച്ചപ്പുള്ളതുപോലെ കാണുന്നു, എന്നാൽ വേഗത്തിൽ അവർ വാടി കരിഞ്ഞു പോകുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതല് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. അവനെ വലങ്കൈ പിടിച്ചിരിക്കുന്നത് മനുഷ്യനല്ല, ഉയരത്തിലെ കർത്താവാണ്. എന്നെയും നിങ്ങളെയും വലങ്കൈക്ക് പിടിച്ചിരിക്കുന്ന കർത്താവ് പറയുക, ഞാൻ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരൊക്കെ കൈവിട്ടാലും, മനുഷ്യരൊക്കെ വാക്കുമാറിയാലും, മനുഷ്യരൊക്കെ വിട്ടേച്ചു പോയാലും വിട്ടുമാറാത്തൊരു ദൈവമാ നമ്മളോടുകൂടെയുള്ള. നോക്കിയാൽ പറയുക, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ള. അതുകൊണ്ട് എനിക്കൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. എന്തുവാ കാര്യം? 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ മറ്റുള്ളവരെ നോക്കി, അയൽവക്കത്തും എത്തി നോക്കി, പ്രൈസ് ദി ലോർഡ്, അവർക്ക് ആറ് മേടിച്ചോ, അവർ സമ്പത്തുണ്ടോ, അവർക്ക് വസ്തു മേടിച്ചോ, ഇതൊന്നുമല്ല എന്റെ ജോലി. എന്റെ ജോലി എന്തുവാ? എന്റെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത് എനിക്ക് നല്ലത്.
പ്രൈസ് ദി ലോർഡ്. ഞാൻ മറ്റുള്ളവരെ നോക്കി ആവലാതിപ്പെടാനുള്ളതല്ല, ഞാൻ അടുത്തുള്ളവരെ നോക്കിയിട്ട് വിഷമിക്കുവാനുള്ളവരല്ല, അവരുടെ വളർച്ച കണ്ട് അസൂയപ്പെടാനുള്ളതല്ല, അവരുടെ നന്മകളെ കണ്ടിട്ട് മുഷിച്ചു പോകുവാനുള്ളതല്ല. പകരം എന്തുവാ? ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൻ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. 37 സംഘത്തിൽ തുറന്ന് വേഗത്തിലൊന്ന് വന്നേ. അതിന്റെ 24, 25 വാക്യങ്ങളൊന്ന് വായിച്ചു. 18, 19 വാക്യം ഒന്ന് വായിച്ചു ആദ്യം. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. ക്ഷാമകാലത്ത് തൃപ്തരായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെല്ലാം ക്ഷീണിച്ചു പോകുമ്പോ പ്രൈസ് ദി ലോർഡ് ഇവർ ക്ഷീണിക്കത്തില്ല. കാര്യം എന്തുവാ? ഇവർ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ആസാവ് പറയുക, എന്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്നത് എനിക്ക് നല്ലത്. പ്രൈസ് ദി ലോർഡ്. അവർ എങ്ങനെയും ഒക്കെ ആയിക്കോട്ടെ, മറ്റുള്ളവരെ നോക്കിയല്ല ഞാൻ ജീവിക്കേണ്ടത്, ഞാൻ എന്റെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം.